മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ ഇന്നലെ ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ, ഞാൻ പത്രത്തിൽ കണ്ടു, ടിവിയിലേക്ക്. അതൊക്കെ അവരുടെ അഭിപ്രായമായിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാം മുഖ്യമന്ത്രിയുടെ തലയിൽ വെക്കണം. മുഖ്യമന്ത്രിയുടെ ശൈലി നിങ്ങൾക്ക് അറിയാമല്ലോ. 2 ടൈം ജയിച്ചപ്പോഴെല്ലാം മുഖ്യമന്ത്രിയുടെ പൊക്കി പിണറായി വിജയൻ വലിയ കേമൻ, അങ്ങനെയുള്ള കഴിവുകളും ഒക്കെ പറ്റി നിങ്ങൾ പ്രശംസിച്ച ആളുകളാണ്. ഇപ്പോൾ ഒരു പാർട്ടി തോൽവിയെ സംബന്ധിച്ചപ്പോൾ പിണറായി കൊള്ളാത്തവനായി. അപ്പം നല്ല കാലത്ത് ഇവരെല്ലാം സൂചിക്കുകയും ഇത്തിരി മോശം വന്നപ്പോൾ പിണറായിയുടെ മാത്രം തലയിൽ വെക്കണം. ശരിയാണ്, അത് ശരിയല്ല, മാന്യമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനൊന്ന് പറഞ്ഞു തന്നിട്ടെ. ഈ തോൽവി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്നും സെൻട്രൽ പാർലമെന്റിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത്. എത്ര കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ച്? കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ജയിച്ച്, ഇത്തവണ ഒരാൾ ജയിച്ച്. ബാക്കിയെല്ലാം എന്നും കോൺഗ്രസ്സുകാർ കൊണ്ടുപോണത്. അത് കഴിഞ്ഞിട്ട് നേരെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരട്ടെ, നേരെ തിരിച്ച് അവിടെ എല്ലാം ഇടതുപക്ഷമാണ് ജയിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരെ കാണാറില്ല. അപ്പോൾ ഈ സെൻട്രലിൽ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ട എന്നൊരു ചിന്ത. അത് നിങ്ങൾ സത്യം തുറന്നു പറയണം. മീഡിയ അത് പറയുന്നില്ലല്ലോ. നിങ്ങൾ പലരും പേടിച്ചൊളിക്കുന്നു. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇത്തവണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല? കാന്തപുരം വരെ ഉണ്ടായിട്ട് പോലും മലബാർ പ്രദേശത്ത് കാന്തപുരത്തിന് സപ്പോർട്ട് ഉണ്ടായിട്ടും ഒരു മുസ്ലിം വോട്ട് ചെയ്തില്ലല്ലോ ഇടതുപക്ഷത്തിന്. അതിൻ്റെ കാരണമുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJP ഇവിടെ വരരുതെന്ന് അഖിലേന്ത്യാ തലത്തിൽ ഉള്ള തീരുമാനം മുസ്ലിങ്ങളുടേതാണ്. ഇന്ത്യ ഭരിക്കാൻ BJP ഉണ്ടാകരുത്. അത് നടപ്പാക്കുക സാധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ സാധിക്കില്ല. അത് സാധിക്കുന്നത് കോൺഗ്രസിനേ ഉള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കണമെന്നുള്ള അഖിലേന്ത്യാ ലെവലിലുള്ള മുസ്ലിങ്ങളുടെ തീരുമാനം അവർ നടപ്പാക്കി. അപ്പോൾ നടപ്പിലാക്കിയപ്പോൾ അവർ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ. കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്താൽ കമ്മ്യൂണിസ്റ്റുകാർ BJPക്ക് എതിരായി നിൽക്കുന്നുള്ളതിന് ഉറപ്പ്. അതിനേക്കാളും സ്ട്രോങ് ആയി നിന്ന് BJPക്കെതിരെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ആയതുകൊണ്ട് ആ കോൺഗ്രസ്സുകാരായ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അതുകൊണ്ട് അവരെല്ലാം കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചു. നേരെ തിരിച്ചു വരുമ്പോൾ അടുത്ത് നോക്കിയോളൂ, ഈ പറഞ്ഞ നിലപാട് അവർ മാറ്റും, ഉറപ്പാണ്. അത് കേരള ഭരണം വരുമ്പോൾ നേരെ തിരിച്ചും വരും. അങ്ങനെ തിരിച്ചു വന്ന ചരിത്രമല്ലേ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ട് ആരും തുള്ളിയിട്ട് കാര്യമില്ല. ഇതിനേക്കാ അത് അയാളോട് പറയേണ്ട കാര്യം എനിക്കില്ല. പറയേണ്ടവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവർ പറയട്ടെ എന്നോട്. ആരിഫിനോട് പറയേണ്ട കാര്യം എനിക്കില്ലേ? ഇയാളെ നിർത്താൻ കൊള്ളുകയെന്ന് ഇവിടെ നിർത്തിയാൽ ജനങ്ങൾ പിൻപിലെ ഇല്ലെന്നും ജനങ്ങളുടെ പുറകിലില്ല എന്നും പാർട്ടി അംഗങ്ങൾ പോലും പുള്ളിക്ക് എതിരാണെന്നും പറഞ്ഞത് ഞാൻ തന്നെയാണ്. പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ എന്തൊക്കെയെന്ന് ചോദിച്ചപ്പോൾ നിർത്തരുതെന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ്. നിങ്ങളോടല്ലേ തൻ്റെയായിട്ട് പറഞ്ഞത്, എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് പറയട്ടെ. അതിനാണ് ഉത്തരവാദിത്തപ്പെട്ട് അതും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരാണ് എൻ്റെ തോന്നുന്നത്. ആരിഫല്ല. ആരിഫിനെ നിർത്തണ കൊള്ളാമെന്ന് അയാൾ എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ മറുപടിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ആരിഫ് എന്നെ എനിക്കിട്ട് പണി തന്ന ആളല്ലേ. കഴിഞ്ഞ പ്രാവശ്യം അയാൾക്ക് കൊണ്ട് മരിച്ചു പെടുന്നല്ലേ അല്ലേ ഞാൻ. അയാൾ തോറ്റ ഞാൻ മുട്ടയടിക്കുമെന്ന് പറഞ്ഞാണല്ലേ. അത് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്താ പറഞ്ഞത്? വെള്ളാപ്പള്ളി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാണ് എനിക്ക് ഭൂരിപക്ഷം കുറഞ്ഞെന്ന്. മതി വേണ്ട, അത് പറഞ്ഞപ്പോൾ മതിയെന്ന് പറഞ്ഞ് അത് അത്യാവശ്യം വേണ്ട പറഞ്ഞു. അപ്പം അങ്ങനെയൊന്നും ഞാൻ ആരുടെ അടിമയല്ല, ഉടമയല്ല. ആരോട് എന്തും പറയാനുള്ള തൻ്റെയോട് ഞാൻ ആരുടെയും പ്രത്യേക ഔദാര്യമോ ആശ്രയിച്ചോ അല്ല. ഒരിക്കലും ഇയാൾ നിൽക്കാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇനി പാർലമെന്റ് ഇലക്ഷൻ ഇല്ലെന്ന് പറഞ്ഞ ആളല്ലേ. ഇയാൾ വേറെ പലയിടത്തും പോയി സമ്മർദ്ദം ചെലുത്തി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടുന്നപ്പോൾ ജനങ്ങളെ മനസ്സിൽ വേണ്ടേ? ജനങ്ങൾ മനസ്സിലില്ലാതെ പോയപ്പോൾ തോറ്റുപോയി. അതിന് എൻ്റെ തല വെച്ചിട്ട് കാര്യമുണ്ടോ? എന്നാ ഒരു കാര്യം കൂടെ പറയാം, 2 സീറ്റ് നഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞവനാണ് നേരത്തെ. ഒന്നിവിട, മറ്റൊന്ന് പത്തനംതിട്ട. ഈ പത്തനംതിട്ടയിൽ ഇവിടെയും പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾ തെറ്റിപ്പറ്റിപ്പോയി. ഈ 2 സീറ്റും നഷ്ടപ്പെടുമെന്ന് നേരത്തെ പറഞ്ഞവനാണ് ഞാൻ. പറഞ്ഞവൻ ആരാണെന്നും പറഞ്ഞിട്ടില്ല എന്ന് ആരും പറയട്ടെ, നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അറിയിക്കേണ്ടവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിർത്തി, 2 തോറ്റി.